വാവരുസ്വാമി അയ്യപ്പന് നിഴലായി മാറിയ യോദ്ധാവ്. ഭാരതീയ പുരാണങ്ങളിലും ചരിത്രങ്ങളിലും ഒട്ടനവധി സൗഹൃദങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ മതം, ജാതി, ഭാഷ എന്നിവയ്ക്കെല്ലാം അപ്പുറം നിൽക്കുന്ന ഒരു ദിവ്യ സൗഹൃദത്തിന്റെ കഥ കേരളത്തിലെ മലനിരകളിൽ ഇന്നും ജീവിക്കുന്നു. ശബരിമല ധർമ്മശാസ്താവായ അയ്യപ്പനും അദ്ദേഹത്തിന്റെ ഉറ്റമിത്രവുമായ വാവരുസ്വാമിയും തമ്മിലുള്ള ബന്ധമാണത്. ആരാണ് ഈ വാവരുസ്വാമി? അദ്ദേഹം എങ്ങനെയാണ് ഒരു മുസ്ലിം യോദ്ധാവിൽ നിന്ന് അയ്യപ്പന്റെ വലങ്കയ്യായി മാറുന്നത്? നമുക്ക് നോക്കാം. വാവരുസ്വാമിയുടെ ഉത്ഭവത്തെക്കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിലും വിശ്വാസികൾക്കിടയിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. എങ്കിലും ഏറ്റവും പ്രബലമായ വിശ്വാസം അദ്ദേഹം അറേബ്യയിൽ നിന്നോ പേർഷ്യയിൽ നിന്നോ കേരളത്തിലെത്തിയ ഒരു യോദ്ധാവെന്നതാണ്. ബാബർ എന്ന പേര് പരിഷ്കരിക്കപ്പെട്ടാണ് വാവർ ആയതെന്ന് അറിയപ്പെടുന്നു. സാഹസിക രക്തത്തിൽ അലിഞ്ഞുചേർന്നൊരു യോദ്ധാവായിരുന്നു വാവര്. കപ്പൽ മാർഗം കേരളത്തിലെത്തിയ അദ്ദേഹം പന്തളം രാജവംശത്തിന്റെ അധികാരപരിധിയിലുള്ള വനപ്രദേശങ്ങളിൽ തന്റെ സ്വാധീനം ഉറപ്പിച്ചു. യുദ്ധതന്ത്രങ്ങളിലും നിപുണനും ആരെയും ഭയപ്പെടാത്ത കരുത്തനുമായിരുന്നു അദ്ദേഹം. പല കഥകളിലും വാവരനുമായി ഒരു കടൽ കൊള്ളക്കാരുമായി ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം വെറും ഒരു കൊള്ളക്കാരനായിരുന്നില്ല, മറിച്ച് തന്റെ അനുയായികളെ സംരക്ഷിക്കുന്ന ഒരു ഗോത്രത്തലവന്റെയോ സൈന്യാധിപന്റെയോ പരിവേഷമായിരുന്നു. കാലം കടന്നുപോയി. പന്തള രാജാവിന്റെ ദത്തുപുത്രനായ മണികണ്ഠൻ തന്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കാൻ കാട്ടിലേക്ക് പുറപ്പെട്ടു. രാജാമാതാവിന്റെ മറാവ്യാധി മാറ്റാൻ പുലിപ്പാൽ തേടിയുള്ള ആ യാത്രയിൽ യഥാർത്ഥത്തിൽ അസുര നിഗ്രഹത്തിനുള്ള പുറപ്പാടായിരുന്നു. കാട്ടിലൂടെയുള്ള യാത്രയ്ക്കിടയിൽ മണികണ്ഠൻ സംഘവും വാവരും താവളത്തിന് സമീപമെത്തി. തന്റെ രാജ്യത്ത് അനുവാദമില്ലാതെ പ്രവേശിച്ച മണികണ്ഠനെ വാവരു തടഞ്ഞു. തുടർന്ന് നടന്നത് ഭയങ്കരമായ ഒരു യുദ്ധമായിരുന്നു. ഒരു വശത്ത് ദിവ്യ തേജസ്സു ബാലനുമായുള്ള മണികണ്ഠൻ, മറുവശത്ത് ലോകം ചുറ്റി യുദ്ധപരിചയമുള്ള കരുത്തനായ വാവര് തന്റെ സർവ്വശക്തി ഉപയോഗിച്ച് പോരാടി. എന്നാൽ മണികണ്ഠന്റെ അമ്പുകൾക്ക് മുന്നിൽ വാവരിന്റെ വാളുകൾ തോറ്റുപോയി. ഓരോ തവണ മണികണ്ഠൻ അമ്പെയ്യുമ്പോഴും വാവരുവിന് അത്ഭുതം തോന്നി. ഈ ചെറിയ ബാലനിൽ ഇത്രയും വലിയ ശക്തി എവിടെ നിന്ന് വരുന്നു? ഒടുവിൽ യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ വാവരുവിന് മനസ്സിലായി, താൻ പോരാടുന്നത് ഒരു സാധാരണ മനുഷ്യനോടല്ല, മറിച്ച് സാക്ഷാൽ ദൈവത്തിന്റെ അവതാരത്തോടാണെന്ന്. വാവര് തന്റെ ആയുധങ്ങൾ താഴെവെച്ച് മണികണ്ഠന്റെ പാദങ്ങളിൽ വീണു. ആ നിമിഷം മുതൽ വാവര് അയ്യപ്പന്റെ സേവകനായി, സുഹൃത്തായി മാറി. മണികണ്ഠൻ വാവരിനെ എഴുന്നേൽപ്പിച്ച് കെട്ടിപ്പിടിച്ചു എന്നാണ് ഐതിഹ്യം. തനിക്കിനി പുലിപ്പാലല്ല, മറിച്ച് ധർമ്മം സംരക്ഷിക്കാനുള്ള ദൗത്യമാണുള്ളതെന്ന് അയ്യപ്പൻ വാവരനോട് പറഞ്ഞു. അന്ന് തൊട്ട് മഹിഷീമർദ്ദനത്തുള്ള യാത്രയിൽ വാവര് അയ്യപ്പന്റെ നിഴലായി കൂടെയുണ്ടായിരുന്നു. അയ്യപ്പന്റെ സൈന്യത്തിലെ പ്രധാനിയായി വാവര് മാറി. ഇവർ തമ്മിലുള്ള ബന്ധം കേവലം യജമാനനും ഭൃത്യനും തമ്മിലുള്ളതല്ലായിരുന്നു, മറിച്ച് രണ്ട് ആത്മസുഹൃത്തുക്കൾ തമ്മിലുള്ളതായിരുന്നു. അയ്യപ്പൻ കാടിന്റെ അധിപനായപ്പോൾ കാവൽക്കാരനായി വാവരു നിയോഗിക്കപ്പെട്ടു. വനയാത്രയിൽ ഭക്തർക്ക് നേരിടേണ്ടി വരുന്ന വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്നും മറ്റ് അപകടങ്ങളിൽ നിന്നും സംരക്ഷണം നൽകാൻ അയ്യപ്പൻ വാവരുവിന് ആവശ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഇന്നും കഠിനമായ കാനനപാതയിലൂടെ പോകുന്നവർക്ക്, ഭക്തർക്ക് വാവരുസ്വാമി ഒരു ധൈര്യമായി മാറുന്നത്. ശബരിമല തീർത്ഥാടനത്തിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് എലിമേരിയിലെ വാവരു പള്ളിയും ശബരിമലയിലെ വാവരു നടയും. തന്റെ സന്നിധിയിലേക്ക് വരുന്ന ഭക്തർ ആദ്യം വാവരുവിനെ വണങ്ങണമെന്നാണ് അയ്യപ്പൻ കൽപ്പിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം. എരുമേലിയിൽ പേട്ട തുള്ളുന്ന ഭക്തർ വാവരു പള്ളിയിൽ കയറി അനുഗ്രഹം വാങ്ങുന്നത് മതസൗഹാർദ്ദത്തിന്റെ വലിയൊരു സന്ദേശമാണ്. ശബരിമലയിലെ 18-ാം പടിക്ക് സമീപം വാവരുവിനുമായി പ്രത്യേക ഒരു സ്ഥാനം നൽകിയിട്ടുണ്ട്. അവിടെ വിഗ്രഹങ്ങളില്ല, പകരം ഒരു വാളും പീഠവും മാത്രം. വാവരു ഒരു മുസ്ലിം ആയിരുന്നുകൊണ്ട് തന്നെ ഇസ്ലാം മത വിശ്വാസപ്രകാരമുള്ള ആചാരങ്ങളാണ് അവിടെ നടക്കുന്നത്. മുസ്ലിം പൂജാരിമാരാണ് അവിടെ കർമ്മങ്ങൾ ചെയ്യുന്നതെന്നും ശ്രദ്ധേയമാണ്. അയ്യപ്പ ഭക്തർ നൽകുന്ന കുരുമുളകും നെയ്യും വാവരുസ്വാമിക്ക് പ്രിയപ്പെട്ടതാണെന്ന് കരുതപ്പെടുന്നു. വാവരുസ്വാമിയുടെ കഥ കേവലം ഭക്തി മാത്രമല്ല, അത് കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രം കൂടിയാണ്. മതങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ ലോകം മുഴുവൻ പടരുമ്പോഴും സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്ന ഭക്തൻ വാവരു പള്ളി തൊഴുതു നിൽക്കുന്ന കാണുമ്പോൾ മാനവികതയുടെ വിജയം നമുക്ക് ദർശിക്കാം. അയ്യപ്പൻ എന്ന തത്വമസി ഭാവത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എല്ലാ വിവേചനങ്ങളും മറക്കണമെന്ന് വാവരിന്റെ സാന്നിധ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അയ്യപ്പന്റെ കാവൽക്കാരനായി, സുഹൃത്തായി, സഹോദരനായി വാവരുസ്വാമി ഇന്നും ശബരിമലയുടെ മണ്ണിൽ കുളികൊള്ളുന്നു. ഈ യാത്രയിലൂടെ വാവരുസ്വാമിയെക്കുറിച്ച് നിങ്ങൾക്ക് പുതിയ അറിവുകൾ ലഭിച്ചുകളെന്ന് കരുതുന്നു. ഈ പുണ്യപുരാണം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക. ഭക്തിയും സ്നേഹവും നിറഞ്ഞൊരു ലോകം നമുക്ക് സ്വപ്നം കാണാം. എല്ലാവർക്കും നന്ദി.
സ്വാമിയേ ശരണമയ്യപ്പ. കൂടുതൽ ആത്മീയ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.